ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊക്കാട് മുച്ചിലോട്ട് കളിയാട്ടത്തിൻ്റെ അവസാനത്തെ ദിവസം, അതായത് 4ാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കാണുന്നത്. ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരുന്ന ദിവസം. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയാലോ. ഉച്ചയ്ക്ക് 2:30-ക്കാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നത്. ഞങ്ങൾ അത് കാണാനായിട്ട് നേരത്തെ തന്നെ മുച്ചിലോട്ട് ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്, നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതാ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന നടയിലെത്തി. അപ്പോൾ അകത്താണ് തിരുമുടി നിവരുന്നത്. പിന്നലെ ഒക്കെ കണ്ട മാതിരി തന്നെ തെയ്യങ്ങളൊക്കെ കണ്ടില്ലേ, ആ സെയിം ആ തിരുമുറ്റത്ത് തന്നെയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെയും തിരുമുടി നിവരുന്നത്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ആചാരാനുഷ്ഠാനങ്ങളാൽ വളരെയധികം സമ്പന്നമാണ് ഓരോ പെരുങ്കളിയാട്ടങ്ങളും. അതേപോലത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. പരമേശ്വരൻ്റെ പുത്രിയായ അഭീഷ്ടവരദായിനിയും അന്നപൂർണേശ്വരിയുമാണ് മുച്ചിലോട്ട് ഭഗവതി. തെയ്യങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി തെയ്യം എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊക്കെ തിരുമുടി നിവരുന്നതിന് മുമ്പേ ഉള്ള ചടങ്ങുകൾ. മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനും ബാല്യക്കാരും മറ്റു കോമരങ്ങളും മേലേരി കയ്യേൽക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. ഇതിനുശേഷമാണ് കൈലാസക്കല്ലിൽ നിന്നും സർവാഭീഷ്ട വരദായിനിയായ മുച്ചിലോട്ടംബിക എഴുന്നള്ളുന്നത്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് കോക്കാട്ട് മുച്ചിലോട്ട് ക്ഷേത്രത്തിൽ ഒരു പെരുങ്കളിയാട്ടം നടക്കുന്നത്. ഭക്തരുടെ 15 വർഷത്തെ കാത്തിരിപ്പാണ് ഇവിടെ സഫലമാവുന്നത്. ഇപ്പോൾ തമ്പുരാട്ടിയമ്മ തിരുമുടി അണിയാൻ വേണ്ടി ഒരുങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തിരുമുടി അണിഞ്ഞു വന്ന തമ്പുരാട്ടിയമ്മയെ ഭക്തരും ആചാരക്കാരും ചേർന്ന് അരിയെറിഞ്ഞും കുരവയിട്ടും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് നിത്യകന്യകയും സർവ്വലോകൈക സുന്ദരിയുമായ മുച്ചിലോട്ടമ്മയുടെ രൂപം. അതിൽ മുച്ചിലോട്ടമ്മയുടെ മുടി മഴവിൽ രൂപത്തിൽ ആകാശമായും, മുടിയിൽ നിന്ന് വരുന്ന ചെക്കിപ്പൂമാലകൾ മഴയായും, ആടയാഭരണങ്ങളും ശരീരവും ഭൂമിയായുമാണ് സങ്കല്പിക്കുന്നത്. ഇപ്പോൾ തിരുമുറ്റത്ത് ഭഗവതിയുടെ തിരുനർത്തനമാണ് നടക്കുന്നത്. ഇത് ഞങ്ങൾ മണങ്ങിയാട്ടം എന്നാണ് പറയുന്നത്. ഇങ്ങനെ 3 പ്രാവശ്യം ശ്രീകോവിലിന്, അതായത് ഞങ്ങൾ പള്ളിയറ എന്നാണ് പറയുക, പള്ളിയറയ്ക്ക് ചുറ്റും വലം വെച്ച ശേഷം അവിടെ ഒരു കിണറുണ്ട്, മണിക്കിണർ എന്ന് അറിയപ്പെടുന്ന കിണറിൽ 3 പ്രാവശ്യം ദേവി പൊയ്ക്കണ്ണണിഞ്ഞ് എത്തി നോക്കും. അതിനുശേഷം പൊയ്ക്കണ്ണഴിച്ചിട്ട് പിന്നെയും 3 പ്രാവശ്യം മണിക്കിണറിൽ എത്തി നോക്കും. അപ്പോൾ ഈ ചടങ്ങുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ദേവിയുടെ നീരാട്ട്, പൂജ, പൂവിടൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവി ഭക്തർക്ക് അനുഗ്രഹം നൽകാനായി, ഭക്തർക്ക് പ്രസാദം നൽകാനായി പീഠത്തിലിരിക്കും. അപ്പോഴാണ് ഭക്തജനങ്ങൾക്ക് കാണിക്ക അർപ്പിച്ച് ദേവിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങാൻ സാധിക്കുക. ഇത് ഞങ്ങൾ ഭഗവതിക്ക് കാണിക്ക അർപ്പിച്ച് ഭഗവതിയെ തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണേ. ഞാൻ പറഞ്ഞല്ലോ, അത്രയും കൂടുതൽ ആൾത്തിരക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഓർഗനൈസ്ഡായി അവർ ക്യൂ ഒക്കെ നിർത്തിയിട്ട്, സ്ത്രീകളെ വേറെയും പുരുഷന്മാരെ വേറെയൊക്കെ ക്യൂ നിർത്തിയിട്ടാണ് തിരുമുറ്റത്തേക്ക് കടത്തിവിടുന്നത് ദേവിക്ക് കാണിക്ക അർപ്പിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് അകത്തെത്തിയത് തമ്പുരാട്ടിയമ്മയുടെ ഭക്തർക്ക് ദർശനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും അങ്ങനെ ക്യൂവിൽ കൂടി കാണിക്ക അർപ്പിച്ച് മഞ്ഞപ്രസാദമൊക്കെ വാങ്ങിച്ചു. അവിടെ മുച്ചിലോട്ട് ഭഗവതിയെ കൂടാതെ വേറെ 2 തെയ്യങ്ങളുണ്ടായിരുന്നു, വിഷ്ണുമൂർത്തിയും കുണ്ടോറ ചാമുണ്ടിയും. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ആ 2 തെയ്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി തൊഴുതിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പെരുങ്കളിയാട്ടത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് സൊവനീർ സംഘാടക സമിതി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും വാങ്ങിച്ചു. അവിടെ ഒരു ഫോട്ടോ പോയിൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു. അന്നപ്രസാദം കഴിക്കാൻ ബാക്കിയുള്ള ഭക്തജനങ്ങൾ എത്രയും പെട്ടെന്ന് ഭക്ഷണശാലയിൽ എത്തിച്ചേരുക, അന്നപ്രസാദത്തിൽ പങ്കാളികളാകുക. അങ്ങനെ ഞങ്ങളതേ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഭക്ഷണശാലയിലേക്ക്. നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞ മാതിരി കളിയാട്ടത്തിന് 4 ദിവസങ്ങളിലായിട്ട് 6 നേരം ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭക്ഷണം നൽകുന്നുണ്ട്. ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകതയുണ്ട്. പായസം ഉൾപ്പെടെ സദ്യയായിട്ടാണ് ഭക്ഷണം വിളമ്പുന്നത്. അപ്പം ഞങ്ങൾക്ക് അച്ചാറ് വന്നു, പായസം വന്നു, അതിനുശേഷം ഉപ്പേരിയും ശർക്കര വരട്ടിയും. ഇവിടെ കല്യാണമാണ് ആക്ച്വലി ഇന്ന് ആഘോഷിക്കുന്നത്. അപ്പോൾ അതുപോലെ കല്യാണ സദ്യയായിട്ടാണ് ഭക്ഷണം വിളമ്പുന്നത്. അതിനുശേഷം പച്ചടി വന്നു. ഇത് ഞങ്ങൾ കണ്ണൂരുകാരുടെ കൂട്ടുകറി വന്നു. തമ്പുരാട്ടിയുടെ പായസത്തിന് ഞങ്ങൾ കായക്കഞ്ഞി എന്നാണ് പറയുക. അതിനുശേഷം ചോറ് വന്നു. അപ്പോൾ ബാക്കി 3 ദിവസങ്ങളിൽ നമുക്ക് ചോറിൻ്റെ കൂടെ പുളിശ്ശേരി ആയിരുന്നെങ്കിൽ ഇന്ന് സാമ്പാറാണ്. അങ്ങനെ ഞങ്ങൾ മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രസാദമായ സദ്യയും കഴിച്ച് ഇനിയിപ്പോൾ രാത്രി 12:30 തമ്പുരാട്ടിയമ്മ ഉപചാരം ചൊല്ലി പിരിയുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഉപചാരം ചൊല്ലി പിരിയുന്ന സമയത്ത്
ദേവി പീഠത്തിന് മുകളിൽ കയറി ഭക്തജനങ്ങളോട് സംവദിക്കുകയാണ്. ദേവിക്ക് കോലത്തിൽ നിന്നും അന്തർധാനം ചെയ്യേണ്ട സമയമായി. അതിനെ കുറിച്ചാണ് ഇപ്പോൾ ഉപചാരം ചൊല്ലി പറയുന്നത്. അങ്ങനെ ദേവി തിരുമുടി അഴിച്ചു. കോലത്തിൽ നിന്നും അന്തർധാനം ചെയ്യോ മാസങ്ങളുടെ വർഷങ്ങളുടെ പ്രയത്നത്തിന് ശുഭപര്യവസായിയായി. മറ്റൊരു കളിയാട്ടക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ തിരുമുടി അയച്ച ശേഷം കോലക്കാരൻ അദ്ദേഹത്തിൻ്റെ അണിയറയിലേക്ക് തിരിച്ചു പോവാണ്. അങ്ങനെ 15 വർഷത്തിന് ശേഷം കോക്കാട് മുച്ചിലോട്ട് നടന്ന പെരുങ്കളിയാട്ടം അതിൻ്റെ ശുഭപര്യവസാനത്തിലെത്തി. മുച്ചിലോട്ട് ഭഗവതിയെ കണ്ട് നിർവൃതിയടഞ്ഞ് ഭക്തജനങ്ങളും തിരിച്ചു പോവാണ്. ഈ സമയത്ത് പോലും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് അവിടെ കൂടി നിന്നുണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ കളിയാട്ടത്തിൻ്റെ വിശേഷങ്ങൾ. ഇനി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്ര സമയം വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.